ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് നമുക്ക് ദാൽ തടുക്ക എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സൈഡ് ഡിഷാണ്. ജീര റൈസോ പ്ലെയിൻ റൈസോ എന്തിൻ്റെ കൂടെയെങ്കിലും. ദാൽ തടുക്കയ്ക്ക് ആദ്യം ദാൽ വേവിക്കണം. അതിനൊരു പാത്രത്തിൽ 1/2 കപ്പ് തോരപ്പരിപ്പ് എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മസൂർ ദാൽ ചേർക്കൂ. 2 ടേബിൾ സ്പൂൺ പാശിപ്പരിപ്പ് ചേർത്ത് കൊടുക്കും. ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പരിപ്പെടുത്ത കപ്പിന് 6 കപ്പ്. ഞാൻ തോരപ്പരിപ്പ് എടുത്തിരിക്കുന്നത് 125 ml കപ്പിലാണ്. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിലാണ്. ഇനി ദാലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, അവസാനം 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് അത് കുക്കറിൽ വേവിച്ചെടുക്കണം. നമ്മൾ വേവിക്കുന്ന മുമ്പ് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ, ഈ കുക്കറിൻ്റെ വിസിലിൻ്റെ ഇടയിൽ കൂടെ ഈ വേവിക്കാൻ വെച്ച ഒന്നും വെളിയിലേക്ക് അങ്ങോട്ട് ചാടില്ല. അപ്പോൾ ആ കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് വൃത്തിയായിരിക്കും. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക. കുക്കറിൽ നമുക്ക് 6-7 വിസിൽ വെച്ചിട്ട് പരിപ്പ് വേവിക്കാട്ടുള്ളൂ. ഇനി എണ്ണയും നെയ്യും ഒക്കെ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് പകുതി വതങ്ങിയ ശേഷം നമ്മൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതം ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഉള്ളി ഒന്ന് വതങ്ങിയ ശേഷം നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. തക്കാളി വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കിച്ചൺ കിങ് മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗരം മസാല വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വതക്കിയെടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം വതക്കാൻ. തക്കാളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തൊക്കെ കൊടുക്കാം. ഇനി വെള്ളമൊക്കെ വറ്റി ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ടുള്ള വെള്ളവും അതിൽ ചേർത്ത് കൊടുക്കാം. എത്ര ലൂസായിട്ട് വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ. നന്നായിട്ട് ഒരു തിള വന്ന ശേഷം അതിന് സിമ്മാക്കി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുന്ന മുമ്പ് അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി തടുക്ക ചെയ്യാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക, 2 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ട് പൊട്ടിക്കാതെ അങ്ങനെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. തീ ചുരുക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതെല്ലാം ഒന്ന് വതങ്ങിയ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ദാൽ തടക്കയിൽ നമുക്ക് ഏത് തരം മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാട്ടുള്ളൂ, നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി വറുത്തതിനെ നമ്മൾ ആ ദാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ തടക്ക റെഡിയായി. പൊതുവേ ഈ വറുത്ത് കൊട്ടുന്നത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ചെയ്യുക, നേരത്തെ തൊട്ട് ചെയ്ത് വെക്കില്ല. പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാട്ടുള്ളൂ. ഇനി കഴിക്കുന്ന മുമ്പായിട്ട് ഇതിലേക്ക് 1 സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ. എപ്പോഴും പറയും പോലെ ഇഷ്ടമായ ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ.